ഹായ് ഓൾ, നീൽസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ മൈക്രോ പ്രൊസസർ എന്ന മൊഡ്യൂളിലെ അഡീഷൻ സബ്ട്രാക്ഷൻ ഓഫ് 8-bit ആൻഡ് 16-bit നമ്പേഴ്സ് എന്നുള്ള പോർഷൻ ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇൻസ്ട്രക്ഷണൽ സെറ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, എങ്ങനെയാണ് ആ ഇൻസ്ട്രക്ഷൻസ് മെമ്മറി അഡ്രസ്സിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത് വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള രണ്ട് പ്രോഗ്രാമുകളാണ്. ഓക്കെ, രണ്ട് പ്രോഗ്രാമുകൾ, ഒന്ന് അഡീഷൻ, ഒന്ന് സബ്ട്രാക്ഷൻ. അതിൽ തന്നെ അഡീഷൻ വിത്ത് 8-bit നമ്പേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്, 16-bit നമ്പേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ വിത്ത് 8-bit നമ്പേഴ്സും 16-bit നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ സെറ്റിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക കേട്ടോ, എങ്കിലേ നിങ്ങൾക്ക് ക്ലിയർ ആവുകയുള്ളൂ. ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിംഗ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഭാഗത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, പ്രോഗ്രാം എഴുതാൻ എന്തായാലും നമുക്ക് ചോദിക്കില്ല, പക്ഷെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഒരു 5 to 6 ലൈൻസ് ഉള്ള ഒരു പ്രോഗ്രാം തന്നിട്ട് ഈ 4th ലൈനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 4th ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ഡാറ്റ എന്താണ്, അങ്ങനെയുള്ള രീതിയിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ 4 പ്രോഗ്രാം ആണ് ചെയ്യാൻ പോണത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പ്രോഗ്രാമിംഗിൽ തന്നെ നമുക്കിപ്പോ ഒരു മെത്തേഡ് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റും, പല മെത്തേഡിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ അഡീഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതില് ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ഒരു പ്രോഗ്രാം ഒരു ടൈപ്പ് ആണെങ്കിൽ അടുത്ത പ്രോഗ്രാം നമ്മൾ ഒന്ന് അക്യൂമുലേറ്റർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് രജിസ്റ്റർ പെയേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിഫറെന്റ് വേസിലാണ് കാണിക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ മെത്തേഡ് എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, പ്രോഗ്രാം ഫോർ 8-bit അഡീഷൻ. ഓക്കെ, നമ്മളിവിടെ 8-bit അഡീഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. 8-bit അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു നമ്പർ ഉണ്ട് 45 എന്ന് വിചാരിക്കുക. നമ്മൾ ഇതിനെ ബിറ്റിലേക്ക് മാറ്റുമ്പോൾ 4 എന്നുള്ള വാല്യൂ നമ്മൾ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ എന്താവും, ഓർമ്മയുണ്ടല്ലോ, 8 4 2 1 2 1. ഓക്കെ, ഇതില് 8ന്റെ സ്ഥാനത്ത് 0, 4ന്റെ സ്ഥാനത്ത് 1, 2ന്റെ സ്ഥാനത്ത് 0, 1ന്റെ സ്ഥാനത്ത് 0. 4ന്റെ ബൈനറി നമ്മൾ എഴുതി കഴിഞ്ഞു. 5ന്റെ ബൈനറി നമ്മൾ എങ്ങനെ എഴുതുക, 5 4 + 1 ചെയ്ത് നമുക്ക് 5 കിട്ടും. സോ 0 1 0 1 ആണ്. എന്താണ് 0 1 0 1 എന്ന് പറഞ്ഞതാ. ഓക്കെ ഓക്കെ, അപ്പൊ 5ന്റെ ബൈനറി നമ്മൾ അങ്ങനെയാണ് എഴുതുക. ഓക്കെ, അപ്പോൾ മെഷീൻ ലാംഗ്വേജിൽ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത ശേഷമായിരിക്കും പ്രോബ്ലംസ് ചെയ്യുക. ഇനി നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ അഡീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ എന്ത് ചെയ്യാം, ചില നമ്പേഴ്സിന് നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാരി വരാം. നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സമയത്ത് അധികമുള്ള നമ്പർ ഫ്രണ്ടിലേക്ക് നമ്മൾ കൊടുക്കില്ലേ, അപ്പൊ അതിന് പകരം നമ്മൾ ഇവിടെ എന്താ കൊടുക്കുക, ഒരു ക്യാരി എന്നുള്ള കോഡാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, സി ആണ് നമ്മൾ ക്യാരി കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, സി എന്നുള്ള രജിസ്റ്റർ ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, സി എന്നുള്ള വാല്യൂ നമ്മൾ 0 0 എന്നുള്ള രീതിയിലായിരിക്കും ഇനീഷ്യലൈസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ന്യൂമോണിക് എന്നുള്ള ഭാഗത്താണ് നമ്മളുടെ പ്രോഗ്രാം ഉള്ളത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് MVI C,00H എന്നുള്ളതാണ്. ഓക്കെ, MVI എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ 00 എന്നുള്ളതാണ്. ആ 00 എന്നുള്ള ഡാറ്റ സി എന്നുള്ള രജിസ്റ്ററിലേക്ക് ഡയറക്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തത്, നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് രജിസ്റ്റർ പെയേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അതല്ലാതെയും നമുക്ക് ചെയ്യാം. ഇതിൽ ഞാൻ രജിസ്റ്റർ പെയേഴ്സ് ആണ് ഫോളോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതല്ലാത്തത് നമുക്ക് അടുത്ത പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. സോ രജിസ്റ്റർ പെയേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് LXI, ഓക്കെ, LXI എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ലോഡ് രജിസ്റ്റർ പെയർ ആണ് കേട്ടോ. ഓക്കെ, ലോഡ് രജിസ്റ്റർ പെയർ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ പെയറിൽ വാല്യൂ ലോഡ് ചെയ്യാണ്. എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ HL പെയർ ആണ് നമ്മളിവിടെ ഡാറ്റ ലോഡ് ചെയ്യുന്നത്. ഓക്കെ, എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ചെയ്യുന്ന ഡാറ്റ HL പെയറിലുള്ളതാണ്. ഓക്കെ, നമ്മൾ ഡാറ്റ ലോഡ് ചെയ്യുമ്പോൾ HL പെയറിലേക്കാണ് കൂടുതലും ലോഡ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ലോഡ് HL പെയർ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ലോഡ് ചെയ്യുന്നത്? 4150H എന്നുള്ള വാല്യൂ. ഈ ഫസ്റ്റ് H എന്നുള്ളത് ഇവിടെയുള്ള H എന്ന് പറയുന്നത് HL പെയർ ആണ്. ഈ H എന്ന് പറയുന്നത് ഹെക്സെയിൻ ആണ് കേട്ടോ. ഹെക്സാഡെസിമൽ ആണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണേ, മാറിപ്പോകരുത്. ഓക്കെ, നമ്മുടെ ഓപ്പറേഷൻ കോഡും നമ്മൾ നോക്കണ്ട, അത് ആ മെഷീനിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഡാറ്റ ലൈനിൽ തന്നെ ഉള്ളതാണ്. നിങ്ങൾ ന്യൂമോണിക്സ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സോ 4150H എന്നുള്ള HL പെയറിൽ നമ്മൾ ഡാറ്റ എടുത്തു. അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ HL പെയറിലുള്ള ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ്? അക്യൂമുലേറ്ററിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ HL പെയറിലുള്ള ഡാറ്റ നമ്മൾ ALUവിനോട് അടുത്തുള്ള രജിസ്റ്റർ ആണ് ആരെന്ന് പറയുന്നത്? അക്യൂമുലേറ്റർ അല്ലെങ്കിൽ രജിസ്റ്റർ A എന്ന് പറയുന്നത്. അപ്പൊ ആ രജിസ്റ്റർ A എന്ന് പറയുന്നത് അക്യൂമുലേറ്ററിലുള്ള പോലെ തന്നെ അഡീഷനിലും അല്ല ലോജിക്കൽ ഓപ്പറേഷനിലും ഒക്കെ പെർഫോം ചെയ്യുന്ന രജിസ്റ്റർ ആണ് രജിസ്റ്റർ A എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഡാറ്റ നമ്മൾ എവിടേക്ക് മാറ്റുകയാണ്? അക്യൂമുലേറ്ററിലേക്ക് മാറ്റുകയാണ്. എവിടെ നിന്നാണ് മാറ്റുന്നത്? HL പെയർ എന്നാണ് മാറ്റുന്നത്. ഓക്കെ, HL പെയറിനെ നമുക്ക് M വെച്ചിട്ടും ഡിനോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഡാറ്റയെ നമ്മൾ A എന്നുള്ള രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. അടുത്തത് നമുക്ക് സെക്കൻഡ് ഡാറ്റ എന്ത് ചെയ്യണം? സെക്കൻഡ് ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ HL പെയറിന്റെ വാല്യൂവിനെ നമ്മൾ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. അതായത് അടുത്ത ഡാറ്റ ലൈനിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്? INX-H എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇൻക്രിമെന്റ് HL രജിസ്റ്റർ പെയർ ടു പോയിന്റ് സെക്കൻഡ് ഡാറ്റ. നമ്മൾ ഫസ്റ്റ് ഡാറ്റ കൊടുത്തു, ആ ഡാറ്റയെ നമ്മൾ അക്യൂമുലേറ്ററിലേക്ക് മൂവ് ചെയ്തു. ഇനി സെക്കൻഡ് ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ Hനെ ഇൻക്രിമെന്റ് ചെയ്ത സ്റ്റെപ്പാണ് INX-H എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ Hലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? മൂവ് B, M. ഓക്കെ, B, M എന്നുള്ളത് അതായത് എമ്മിലുള്ള സെക്കൻഡ് വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യണം? B എന്നുള്ള രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ എയിലൊരു വാല്യൂ ആയി, ബിയിലൊരു വാല്യൂ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് B എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബിയിലുള്ള വാല്യൂ അക്യൂമുലേറ്ററിലുള്ള വാല്യൂമായിട്ട് എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് 8-bit രജിസ്റ്റർ ആണ്. നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ഇമ്മീഡിയറ്റ് ഡാറ്റ കൊടുത്തു. അതിൽ എന്ത് ചെയ്തു? ആ ഡാറ്റയെ നമ്മൾ എയിലേക്ക് മൂവ് ചെയ്തു. ശേഷം നമ്മൾ Hന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഒരു ഡാറ്റ കൊടുത്തു. ആ ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്തു? എമ്മിൽ നിന്ന് എയിലേക്ക് ഫസ്റ്റ് ഡാറ്റ നമ്മൾ മൂവ് ചെയ്തു. ശേഷം ഇൻക്രിമെന്റ് ചെയ്തു. സെക്കൻഡ് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്തു? ബിയിലേക്ക് ആഡ് ചെയ്തു, മൂവ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ മൂവ് B, M എന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്മിലുള്ള ഡാറ്റയെ നമ്മൾ ബിയിലേക്ക് കൊടുക്കുന്നതാണ് മൂവ് B, M എന്ന് പറയുന്നത്. ഓക്കെ, അത് എപ്പോഴും മാറിപ്പോകരുത് കേട്ടോ. ബിന്ന് എമ്മിലേക്കാണോ എമ്മിന്ന് ബിയിലേക്കാണോ എന്ന് നിങ്ങൾ മാറിപ്പോകരുത്. എമ്മിൽ നിന്ന് ബിയിലേക്കാണ്. ഓക്കെ, ഇനി ആഡ് B എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. എയിൽ എന്താണോ ഡാറ്റ ഉള്ളത് അത് ബിയുമായിട്ട് ആഡ് ചെയ്യുന്ന പ്രോസസ് ആണ് ആഡ് B എന്നുള്ളത്. ഓക്കെ, ഇനി ചില കേസുകളിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ക്യാരി വരാത്ത കേസുകൾ ഉണ്ടാവും. ചിലതിൽ ക്യാരി വരുന്ന കേസ് ഉണ്ടാവും. അതായത് നമുക്ക് എന്താ പറയുക, എക്സ്ട്രാ നമ്പർ വരുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പിലൊരു നമ്പറിലേക്ക് ആഡ് ചെയ്ത് വരില്ലേ, അതാണ് ക്യാരി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ക്യാരി വന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ജംപ് നോ ക്യാരി, ഈ ലൂപ്പിലേക്ക് കയറാതെ
നമുക്ക് ആൻസർ കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ് ജബ് നോൺ ക്യാരി. ക്യാരി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ലൂപ്പിലേക്ക് ഫോളോ ചെയ്യാതെ നമുക്ക് ആൻസറിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്തത്. ഇനി നമുക്ക് ക്യാരി ഉള്ള കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് വരും. ഓക്കെ, അവിടെ നമുക്ക് ക്യാരി എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ച ക്യാരി അവിടെ ഒരു ഇൻക്രിമെന്റ് നടക്കണം. ഓക്കെ, അവിടെ നമുക്കൊരു 1 ഇൻക്രിമെന്റ് കൊടുക്കണം. സോ ഇൻക്രിമെന്റ് സിയിൽ ഒരു ഇൻക്രിമെന്റ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ക്യാരി ഉള്ള കേസ് ആണെങ്കിൽ നമുക്ക് ഇൻക്രിമെന്റ് 1 ഇൻക്രിമെന്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ നോർമൽ അഡീഷൻ പോലെ ചിന്തിക്കരുത്, ഇത് ബൈനറി അഡീഷൻ ആണ്. അപ്പോൾ 1 ആയിരിക്കും നമുക്ക് എപ്പോഴും എക്സ്ട്രാ വരിക. ക്യാരി വരികയാണെങ്കിൽ 1 മാത്രമേ നമുക്ക് അവിടെ എക്സ്ട്രാ വരുള്ളൂ. സോ സിയിലേക്ക് നമ്മൾ 1 ഇൻക്രിമെന്റ് ചെയ്തു. ആ ഇൻക്രിമെന്റ് ചെയ്ത വാല്യൂ എന്താണ്, നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തു. ഇനി അതിനുശേഷം നമുക്കിപ്പോ ആഡ് ചെയ്ത വാല്യൂ ഇല്ലേ, എയും ബിയും തമ്മിൽ ആഡ് ചെയ്ത വാല്യൂവിനെ നമ്മളൊരു മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാണ്. ഇവിടെ നോക്കുക, സ്റ്റോർ 4200 അതായത് 4200 എന്നുള്ള മെമ്മറി സ്പേസിലേക്കാണ് നമ്മൾ ആഡ് ചെയ്ത എയും ബിന്റെയും വാല്യൂ പോയി കിടക്കുന്നത്. ഓക്കെ, ഇനി ആ വാല്യൂയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ക്യാരിയെ ആഡ് ചെയ്യണം, ക്യാരിയെ കൊണ്ടുപോകണം. ഓക്കെ, അവിടെ നമ്മൾ ക്യാരിയെ കൊണ്ടുപോകുന്ന സ്റ്റേജ് ആണ് അടുത്തത് മൂവ് എ കോമ സി എന്നുള്ളത്. ഓക്കെ, നമ്മൾ എയും ബിയും കൂടെ ആഡ് ചെയ്ത വാല്യൂവിനെ നമ്മളൊരു മെമ്മറി സ്പേസിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, 4200 മെമ്മറി സ്പേസിലേക്ക്. ഇനി നമ്മൾ കൊടുക്കുന്ന ക്യാരി ഉണ്ടെങ്കിൽ ആ ക്യാരി എന്ത് ചെയ്യണം, നമ്മൾ മെമ്മറിയിലേക്ക്, നമ്മളുടെ അക്യൂമുലേറ്റർ സ്പേസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സ്റ്റെപ്പാണ് എന്ത്, MOV A, C എന്നുള്ളത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് അടുത്ത മെമ്മറി സ്പേസിലേക്ക്, അതായത് നമ്മളുടെ സമ്മിന്റെ അടുത്ത മെമ്മറി സ്പേസിലേക്ക് നമ്മൾ ക്യാരിയുടെ വാല്യൂ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇത്. ഓക്കെ, STA 42001H എന്നുള്ളത്. ഓക്കെ, നമ്മൾ അത് സ്റ്റോർ ചെയ്തു, നമുക്ക് ആഡ് ചെയ്തിട്ട് എന്ത് കിട്ടും, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും നമ്മൾ ആൻസർ ചോദിക്കുമ്പോൾ. ഓക്കെ, സ്റ്റോർ ദ പ്രോബ്സ് എന്ന് കഴിഞ്ഞിട്ട് നമ്മളുടെ HLT എന്നുള്ളത് ഹോൾട്ട് ആണ്, നമ്മളെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റിയാൽ മതി. ഡീകോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഇൻസ്ട്രക്ഷണൽ സെറ്റുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഇമ്മീഡിയറ്റ് ഡാറ്റ ആണോ, ഇത് HL പെയർ ആണോ, പെയർ രജിസ്റ്റേഴ്സ് ആണോ യൂസ് ചെയ്യുന്നത്, അല്ലോ നോർമൽ രജിസ്റ്റേഴ്സ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ JNC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ജമ്പ് ആണ്, ജമ്പ് നോൺ ക്യാരി ആണ്. അപ്പൊ അവിടെ ക്യാരി ഇല്ലെങ്കിൽ നമ്മൾ ആ ലൂപ്പിൽ നിന്ന് ജമ്പ് ചെയ്യണം, ക്യാരി ഉണ്ടെങ്കിൽ ആ ലൂപ്പിലേക്ക് ആ കാര്യങ്ങൾ ഇനീഷ്യലൈസ് ചെയ്ത് പോകും. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. ഓക്കെ, 8-bit അഡീഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോ, ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് അഡീഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് 8-bit സബ്സ്ട്രാക്ഷൻ നോക്കാം. ഓക്കെ, 8-bit സബ്സ്ട്രാക്ഷൻ ഞാൻ ഇതുപോലെ തന്നെ HL പെയർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. 16-bit വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേറെ രീതിയിൽ ചെയ്യാം. ഓക്കെ, 8-bit സബ്സ്ട്രാക്ഷൻ, ഇതില് സബ്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ അറിയാം. നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് സബ്സ്ട്രാക്ഷൻ ആയിരിക്കില്ല ചെയ്യുക. അതായത് ഞാനിവിടെ ഒരു നമ്പർ എഴുതാം, 43 - 24 ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഇടയിലൊരു പ്രോസസ് ഉണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 43 + -23 എന്നുള്ളൊരു സ്റ്റെപ്പ് ആയിരിക്കും ചെയ്യാം. ഓക്കെ, ചെയ്യാം. അതിൽ പറയാനുള്ളത്
നമുക്കിപ്പോ ഒരു നമ്പർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ നമ്പറിന്റെ കോംപ്ലിമെന്റ് വാല്യൂ നമ്മൾ എടുക്കും. ഓക്കെ, നമ്മൾ രണ്ട് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. ആ നമ്പേഴ്സ് നമുക്ക് എവിടെയാണോ മൂവ് ചെയ്യേണ്ടത് ആ മൂവ് ചെയ്യുന്ന പൊസിഷനിൽ നമ്മൾ കൊണ്ടുപോയിട്ട് വെക്കുന്നു. അതിനുശേഷം അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് എടുക്കുകയാണ്. ടൂസ് കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ നമ്മൾ എടുക്കുകയാണ് 6A ആണെന്ന് വിചാരിക്കാം. 6A ആണ് നമ്മളുടെ നമ്പർ. ഓക്കെ, 6 എന്ന് പറയുന്നതിന്റെ ബൈനറി 0 1 1 0 ആണ്. ഓക്കെ ഓക്കെ 0 1 1 0 ആണ്. എന്റെ വാല്യൂ എന്താ ഓർമ്മയുണ്ടോ? 10 ആണ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ബൈനറിയിലെ 9 വരെ 9 ആയിരിക്കും. 10A 11B 12C 13D 14E 15F ഇങ്ങനെയാണ് നമ്മളുടെ ബൈനറിയിൽ കറസ്പോണ്ടിങ് ആൽഫബറ്റ്സ് വരുന്നത്. ഓക്കെ, സോ എ എന്ന് പറയുന്ന വാല്യൂ എന്താണ്? 10 ആണ്. സോ നമുക്ക് ഇവിടെ വരിക 1 0 1 0 ആണ്. ഓക്കെ, 8ഉം 2ലും മാത്രം ഓരോ 1 ഉണ്ട്, ബാക്കിയെല്ലാം 0 ആണ്. ഇനി ടൂസ് കോംപ്ലിമെന്റ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ബൈനറിയുടെ കോംപ്ലിമെന്റ് എടുക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കോംപ്ലിമെന്റ് എടുക്കുക എന്ന് പറയുമ്പോൾ 0 1 ആവും, 1 0 ആവും കേട്ടോ. സോ 1 0 0 1 0 1 0 1. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കോംപ്ലിമെന്റ്. ഈ കോംപ്ലിമെന്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? 1 ആഡ് ചെയ്യാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് കോംപ്ലിമെന്റ് ആണ്. ഇനി ടൂസ് കോംപ്ലിമെന്റ് കിട്ടണമെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. 1 0 0 0 0 0 0 0. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? 0 1 ബാലൻസ് 0 0 പ്ലസ് 1 1 1 0 1 0 0 0 1 0 1 0 0 0 0 0 0 1 0 1. ഓക്കെ, ഇതാണ് നമ്മളുടെ 6A എന്നുള്ള വാല്യൂയുടെ ടൂസ് കോംപ്ലിമെന്റ് വരുന്നത്. ഓക്കെ ഓക്കെ, ഇതിൽ വാല്യൂ വരുമ്പോ 8ൽ 1 ഉണ്ട്, 1ൽ 1 ഉണ്ട്. സോ 9 4 2 6 96 എന്നുള്ള വാല്യൂ ആണ് 6Aയുടെ ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സബ്സ്ട്രാക്ഷനിൽ ഇതാണ് നമുക്ക് ഇടയിൽ അറിയാത്തൊരു സ്റ്റെപ്പ് വരുന്നത് കേട്ടോ. 6Aയുടെ ടൂസ് കോംപ്ലിമെന്റ് നമ്മൾ എടുക്കും. നമുക്ക് ഏത് വാല്യൂ ആണോ ഉള്ളത് ആ 2 ഡിജിറ്റ് നമ്പറിന്റെ എന്ത് ചെയ്യും? ടൂസ് കോംപ്ലിമെന്റ് എടുക്കുക. ടൂസ് കോംപ്ലിമെന്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈനറിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണോ, അതിനെ കോംപ്ലിമെന്റ് ആക്കുന്നു. കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണെങ്കിൽ 0 കൊടുക്കും, 0 ആണെങ്കിൽ 1 കൊടുക്കും. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? 1 എന്നുള്ള വാല്യൂ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ 1 എന്നുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനെ ആഡ് ചെയ്തിട്ട് കിട്ടുമ്പോഴുള്ള വാല്യൂ ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടൂസ് കോംപ്ലിമെന്റ് ക്ലിയർ ആണോ? യെസ് മിസ്. ഒന്നുകൂടെ പറയണോ? ഇല്ല, ഒരു ഇതിട്ട് തന്നാ മതി, അപ്പൊ ഞങ്ങൾ ചെയ്ത് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണ്. അത് ഒരു ക്വസ്റ്റ്യൻ തന്നാ മതി, അപ്പൊ ഞങ്ങൾ ചെയ്യാം. ഓക്കെ, 5Aയുടെ ടൂസ് കോംപ്ലിമെന്റ് എന്നാന്ന് പറഞ്ഞേ? 5A 5A A6. ഹലോ, 5 നമ്മൾ എങ്ങനെ വാല്യൂ എഴുതാം? A6 1 A6 A ആണെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. 0 1 എയുടെ വാല്യൂ എന്താ?
1 0 1 0. ഓക്കെ, നമ്മൾ കോംപ്ലിമെന്റ് എടുക്കുന്നു 0 1. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? 1 ആഡ് ചെയ്യാണ് കേട്ടോ. സോ 1 1 0 1 1 1 0 0 1 0 1. ഓക്കെ, 8 2 A ആണ് വരുന്നത്. 10 ആണ് നമ്മുടെ ടോട്ടൽ വാല്യൂ വരുന്നത്. ആൻഡ് 4 and 2 A6. A6 ആണ് നമ്മളുടെ 5Aയുടെ 2's കോംപ്ലിമെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ക്യാരി ഇനീഷ്യലൈസ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, നമ്മളിവിടെ സബ്സ്ട്രാക്ഷനിൽ എന്തുകൊണ്ട് ക്യാരി വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കോംപ്ലിമെന്റ് 2's കോംപ്ലിമെന്റ് എടുത്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്? അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ 2's കോംപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരാം? അവിടെ ക്യാരി വരാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ക്യാരി ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. സോ MVIC,00H നമ്മൾ ഇമ്മീഡിയറ്റ് ഡാറ്റ കൊടുക്കുകയാണ് ഇതിലേക്ക്, ക്യാരിയിലേക്ക്. സോ സി രജിസ്റ്ററിലേക്ക് നമ്മൾ ഇമ്മീഡിയറ്റ് ഡാറ്റ കൊടുത്തു 00H. ഈ MVI വരുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എന്തായിരിക്കും വരിക? ഡാറ്റ ആയിരിക്കും വരിക കേട്ടോ. സോ MVIC, എപ്പോഴും നമുക്ക് ഡാറ്റ ആയിരിക്കും വരിക. ഓക്കെ, രജിസ്റ്റേഴ്സ് ഒന്നും ആയിരിക്കില്ല, അത് എപ്പോഴും നോക്കണേ. അടുത്തത് LXIH, 4500H എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ HL പെയറിനെ ഇനീഷ്യലൈസ് ചെയ്യാണ്. ഫസ്റ്റ് ഡാറ്റ നമ്മൾ കൊടുത്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ HL പെയറിലേക്ക് ലോഡ് ഡാറ്റ കൊടുക്കുകയാണ് 4500H. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇനി മെമ്മറി സ്പേസിൽ നമ്മൾ കൊടുത്ത ഡാറ്റേനെ അക്യൂമുലേറ്ററിലേക്ക് മൂവ് ചെയ്യണം. മൂവ് ഫസ്റ്റ് ഡാറ്റ ടു ദ അക്യൂമുലേറ്റർ MOV A,M എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡാറ്റ മൂവ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഡാറ്റ മൂവ് ചെയ്യണം. അടുത്ത ഡാറ്റ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, അടുത്ത അഡ്രസ് ലൈനിലേക്ക് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാണ്. ഇവിടെ INX H ആയിട്ട് മാറിയിട്ടുണ്ട്. സോ നമ്മളുടെ സെക്കൻഡ് ഡാറ്റ കൊടുക്കാനായിട്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തു. സോ സെക്കൻഡ് ഡാറ്റ നമ്മൾ കൊടുക്കുകയാണ് മൂവ് B,M. എമ്മിൽ നിന്ന് ബിയിലേക്ക് സെക്കൻഡ് ഡാറ്റ പോയി. ഇനി അടുത്ത എന്ന് പറയുന്നത് നമ്മൾ സബ്സ്ട്രാക്ട് ആണ്. സബ്സ്ട്രാക്ട് ദ സബ്ഹെറന്റ് ഫ്രം ദ മിനുവന്റ്. അതായത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നു, വലിയ വാല്യൂയിൽ നിന്ന് ചെറിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? സബ്സ്ട്രാക്ട് ചെയ്യാണ്. ഇനി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരാം? ക്യാരി വരാം. ക്യാരി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വാല്യൂ, ഈ അടുത്ത ലൂപ്പ് നമ്മൾ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാണ്. സോ JNC സ്കിപ്പ് എന്നുള്ളതാണ് നമ്മൾ ക്യാരി ഇല്ലെങ്കിലുള്ള കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കമാൻഡിന് വാല്യൂ ഇല്ല, അടുത്ത സ്റ്റെപ്പ് അടുത്ത വാല്യൂയിലേക്ക് പോകും. ഓക്കെ, സോ JNC സ്കിപ്പ് ആണ്. അതായത് ക്യാരി ഇല്ലെങ്കിൽ നമ്മൾ ലൂപ്പ് സ്കിപ്പ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് പോവാന്നുള്ളതാണ്. ഓക്കെ, ക്യാരി ഉള്ള കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് 2's കോംപ്ലിമെന്റ് എടുക്കണം. 2's കോംപ്ലിമെന്റ് എടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത് CMA. CMA എന്ന് വെച്ച് കഴിഞ്ഞാല് കോംപ്ലിമെന്റ് എടുക്കുന്ന കേസാണ്. ഫസ്റ്റ് നമ്മൾ എടുത്തില്ലേ, ബൈനറി ആക്കി അതിനെ കോംപ്ലിമെന്റ് എടുക്കുന്ന 0 1 ആവുന്ന അല്ലെങ്കിൽ 1 0 ആവുന്ന കേസാണ് കോംപ്ലിമെന്റ് A എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാണ്? നമ്മൾ 1 ആഡ് ചെയ്യാണ്. ആഡ് ഇമ്മീഡിയറ്റ്ലി 0 1 എന്നുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്യാണ്. ഓക്കെ, 2's കോംപ്ലിമെന്റ് എടുക്കാനുള്ള സ്റ്റെപ്പ് മാത്രമാണ് കേട്ടോ ഇത്. CMA ഫസ്റ്റ് കോംപ്ലിമെന്റ് എടുക്കുന്നു, അതിനുശേഷം 1 എന്നുള്ള വാല്യൂ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാണ്. If the subtraction result in borrow, take 2's complement of the accumulator. Okay, നമുക്ക് borrow വരുന്ന കേസിലാണ് 2's complement എടുക്കേണ്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, സോ CMA AD1 01H ആണ് നമ്മുടെ 2's complement എടുക്കുന്നതിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ മാത്രമേ ചോദിക്കാം, 2's complement സബ്സ്ട്രാക്ഷനിൽ 2's complement എടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് രജിസ്റ്റർ സിയിലേക്ക് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാണ്. നമ്മൾ ഇൻക്രിമെന്റ് സി ചെയ്തു. ഓക്കെ, ഇൻക്രിമെന്റ് സി നമ്മളുടെ ക്യാരി വാല്യൂ ഉണ്ടെങ്കിൽ അവിടെ
ക്യാരി ഉള്ള കേസാണല്ലോ. അവിടെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാണ്, ആ പൊസിഷൻ ആണ് ഇൻക്രിമെന്റ് രജിസ്റ്റർ സി എന്നുള്ളത്. അടുത്തത് INX-H. നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസയേർഡ് മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കേസാണ് INX. INX എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ HL പെയറിനെ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്തു, എന്നിട്ട് ആ ഡാറ്റേനെ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്തു, മെമ്മറിയിലേക്ക് മൂവ് ചെയ്തു. മെമ്മറി M എന്ന് പറയുന്നത് HL പെയർ തന്നെയാണ്. അക്യൂമുലേറ്ററിൽ നമുക്ക് കിട്ടിയ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മെമ്മറിയിലേക്ക് മൂവ് ചെയ്യുന്ന കേസാണ് MOV M,H എന്ന് പറയുന്നത്. സോറി, M,A എന്ന് പറയുന്നത്. Store the result in the desired memory location. Okay. ഇനി അടുത്തത് നെക്സ്റ്റ് HL പെയർ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തു. അടുത്ത വാല്യൂ, നമ്മളുടെ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, അതാണ് മൂവ് M,C. നമ്മൾ ക്യാരി ഫ്ലാഗിനെ നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന കേസാണ് അടുത്തതെന്ന് പറയണത്. ലാസ്റ്റ് സ്റ്റെപ്പ് HLT. നമ്മളെ പ്രോഗ്രാമിന്റെ എല്ലാത്തിന്റെയും ലാസ്റ്റ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ HLT എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുക. ഓക്കെ, ഇതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റെപ്പാണ്. എല്ലാ പ്രോഗ്രാമിലും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഒരേ കാര്യം തന്നെ ഡിഫറെന്റ് പ്രോഗ്രാംസും ഡിഫറെന്റ് മെത്തേഡ്സും വെച്ച് ചെയ്യാം. ഇത് വൺ ഓഫ് ദ മെത്തേഡാണ്. ഓക്കെ, നിങ്ങൾ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു സിമിലർ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്റ്റെപ്പ് വരുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്, മൂവ് ആണോ, ഇമ്മീഡിയറ്റ് ഡാറ്റ ആണോ, ഇപ്പൊ എവിടേക്കാണ് മൂവ്മെന്റ് നടന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ക്യാരി ഇനീഷ്യലൈസ് ചെയ്തു, അതിനുശേഷം ലോഡ് XI നമ്മൾ വാല്യൂ HL പെയറിലേക്ക് ലോഡ് ചെയ്യാണ്. ആ ലോഡ് ചെയ്ത വാല്യൂവിനെ നമ്മൾ HL പെയറിൽ ലോഡ് ചെയ്ത വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു, എയിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം അടുത്ത വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു, അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി ഇൻക്രിമെന്റ് ചെയ്തു, INX-H എത്തി. അതിനുശേഷം നമ്മൾ സെക്കൻഡ് വാല്യൂവിനെ മെമ്മറിയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുപോയി സബ്സ്ട്രാക്ട് ചെയ്തു. ചിലപ്പോൾ നമുക്ക് ക്യാരി വരാം, അല്ലെങ്കിൽ ക്യാരി മീൻസ് ബോറോ ആണ്, ബോറോ വരാം, ബോറോ വരാതിരിക്കാം. ബോറോ വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോവാം, അതായത് സ്റ്റോർ ഡാറ്റയിലേക്ക് നമുക്ക് പോവാം. പക്ഷെ ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ അടുത്ത സ്റ്റെപ്പിലേക്ക് കോംപ്ലിമെന്റ് A എടുത്തിട്ട് കോംപ്ലിമെന്റ് എടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് 2's കോംപ്ലിമെന്റ് എടുത്തിട്ടാണ് നമ്മൾ ഫർദർ കേസ് ചെയ്യുന്നത്. അത് ബോറോ വരുന്ന കേസിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 2's കോംപ്ലിമെന്റ് എന്നുള്ള വാല്യൂ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇത് കിട്ടിയതിന് നമ്മൾ എന്ത് ചെയ്യണം, സിയിലേക്ക് നമ്മൾ ക്യാരി ഉള്ളതിന് നമ്മൾ ക്യാരി സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ എന്നുള്ള എയിലെയും ബിയിലെയും ഫൈനൽ റിസൾട്ട് നമ്മൾ രജിസ്റ്റർ എയിലാണുള്ളത്. അക്യുമുലേറ്ററിലുള്ള വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു മെമ്മറി ലൊക്കേഷൻ കൊടുത്തിട്ട് അതിലേക്ക് സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ ക്യാരിയും സ്റ്റോർ ചെയ്യുക. അവസാനം നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് HLT എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും സ്റ്റെപ്പിൽ ഏത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. M എന്ന് പറയുന്നത് നമ്മുടെ സാധാ മെമ്മറിയിൽ നിന്നല്ലേ അക്യുമുലേറ്റർ എയിലേക്ക് കൊടുക്കണത് മൂന്നാമത്തെ സ്റ്റെപ്പില്? മെമ്മറി എന്ന് പറയുന്നത് ഈ HL പെയർ തന്നെയാണ്. അപ്പൊ ആ HL പെയറിനെയാണ് M എന്ന് ഉദ്ദേശിച്ചത് അല്ലേ? അതെ. ഓക്കെ ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 16 ബിറ്റിന്റെ അഡീഷനിലേക്ക് പോകാം. ഇത് കുറച്ചുകൂടെ, ഇത് വേറൊരു മെത്തേഡാണ് കേട്ടോ. ഓക്കെ, ഇതില് ലോഡ് അക്യൂമുലേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് അഡ്രസ് ലൈൻസ് ആണ്. ഇതാണ് നമ്മൾ ന്യൂമോണിക്സ്, ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അക്യൂമുലേറ്ററിലേക്ക് എന്ത് ചെയ്യാണ്, ലോഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് LDA 2050 എന്ന് പറയുന്നത്. ഓക്കെ, 2050യിലാണ് നമ്മളുടെ വാല്യൂ ഉള്ളത്. ആ വാല്യൂന് നമ്മൾ എന്ത് ചെയ്യണം, ലോഡ് അക്യൂമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യണം. ആ ലോഡ് ചെയ്ത വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം, B എന്നുള്ള രജിസ്റ്ററിലേക്ക്
മൂവ് ചെയ്തു. ഓക്കെ, ബി എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. സെക്കൻഡ് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ്, 2052 അവിടെയുള്ള അഡ്രസ് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ്, എ എന്നുള്ളതിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പില് നമ്മളുടെ ഡാറ്റേനെ എയിലേക്ക് മൂവ് ചെയ്തു. എയിൽ നിന്ന് എന്ത് ചെയ്തു, ബിയിലേക്ക് മൂവ് ചെയ്തു. വീണ്ടും നമ്മൾ അടുത്ത ഡാറ്റേനെ എയിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ എയും ബിയും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ഓക്കെ, സോ ആഡ് ബി എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, 3050 എന്നുള്ള ഡാറ്റ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം. ഇവിടെ നമ്മൾ 16 ബിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ 2 ഡിജിറ്റ് വന്ന പോലെ ഇവിടെ നമുക്ക് എന്തുണ്ട്, 4 ഡിജിറ്റ് ഉണ്ട്. ഓക്കെ, സോ 4521 എന്നുള്ള ഒരു ഡിജിറ്റ് ആണെങ്കിൽ ഇതാണ് ലോവർ ഡിജിറ്റ് എന്ന് പറയണത്, ഇതാണ് ഹയർ ഡിജിറ്റ് എന്ന് പറയണത്. ഓക്കെ, ഇത് ലോ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്, ഇത് ഹൈ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്. ഓക്കെ, ഇതില് ഫസ്റ്റ് നമുക്ക് അഡീഷൻ നടക്കുക ഈ ലോ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്. ഓക്കെ, അതിന്റെ അഡീഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്, 4521 3512. ഓക്കെ, ഇങ്ങനെ ഒരു അഡീഷൻ നടക്കുകയാണ്, നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യും, ഈ 21ഉം 12ഉം കൂടിയിട്ടുള്ള അഡീഷൻ ആയിരിക്കും നടക്കുക. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് എയിലേക്ക് വരുന്ന വാല്യൂ എന്താണ്, 21 ആണ്. ആ എയിലേക്ക് പിന്നീട് വരുന്ന വാല്യൂ, എന്ന് ബിയിലേക്ക് ആ 21 ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് എയിലേക്ക് വരുന്ന വാല്യൂ 12 ആണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സമ്മാണ് പിന്നീട് നമ്മൾ എയിലേക്ക് കിടക്കുക. ഓക്കെ, 21 + 12 ആണ് എയിലേക്ക് കിടക്കുക. ആ എയിൽ നിന്ന് കിട്ടുന്ന വാല്യൂ അവരെന്ത് ചെയ്യും, 3050 എന്നുള്ള ഡാറ്റ ലൈനിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ സിഗ്നിഫിക്കൻറ്റ് വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഹയർ സിഗ്നിഫിക്കൻറ്റ് വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യണം. ഇതില് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാല് നമ്മൾ ഇതില് ക്യാരി ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, ക്യാരി ഇനീഷ്യലൈസ് ചെയ്താലാണ് ഇവിടെ ഇപ്പോൾ ഈ കേസിൽ നമുക്ക് ആവശ്യമില്ല, പക്ഷെ നമുക്ക് ബാലൻസ് വരുന്ന കേസാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ക്യാരി ഇനീഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂസ് അതിലേക്ക് ക്യാരി ഉള്ളത്, അതായത് ഈ ലോ സിഗ്നിഫിക്കൻറ്റ് വാല്യൂസിലുള്ള ക്യാരീനെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തതിലേക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ക്യാരിയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ സിഗ്നിഫിക്കൻറ്റ് വാല്യൂസിനെ നമ്മൾ അഡീഷന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. സോ 2051ലുള്ള 51 നിന്ന് നമ്മളുടെ എയിലേക്ക് എന്ത് ചെയ്യാണ്, ഡാറ്റ ലോഡ് ചെയ്യുന്ന കേസാണ്. അതായത് ഇവിടെ 45 ലോഡ് ചെയ്തു, 45 എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ബിയില് 45 ആണ് വാല്യൂ. മൂവ് ബി കോമ എ എന്ന് പറഞ്ഞാൽ എയിലുള്ള ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്തു, ബിയിലേക്ക് മൂവ് ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് എയിലേക്ക് വീണ്ടും ഡാറ്റ മൂവ് ചെയ്യാണ്, 35 എന്നുള്ള വാല്യൂ നമ്മൾ മൂവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് എയിലെയും ബിയിലെയും വാല്യൂ ആഡ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ അതിന്റെ ക്യാരിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന കേസാണ് എന്ത്, ഈ CYADC-B എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരത്തെ ലോ സിഗ്നിഫിക്കൻറ്റ് വാല്യൂയിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ക്യാരി ഉണ്ടെങ്കിൽ ആ ക്യാരീനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലാസ്റ്റ് സമയത്ത്, അതായത് ഹയർ സിഗ്നിഫിക്കൻറ്റ് വാല്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ADC-B എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എയും ബിയും ആഡ് ചെയ്യും, അതിനോടൊപ്പം തന്നെ നമ്മളുടെ ക്യാരിയും കൂടെ ആഡ് ആവുന്ന പൊസിഷനാണ് ഇതെന്ന് പറയുന്നത്. എന്നിട്ട് കിട്ടുന്ന ഫൈനൽ ആൻസറിന് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോർ 3051 എന്നുള്ള പൊസിഷനിൽ ഡാറ്റ ലൈനിൽ നമ്മൾ സ്റ്റോർ ചെയ്യാണ്. സോ എയിൽ നിന്ന് 3051ലേക്ക് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തു. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പാണ് HLT, ഹോൾട്ട്.
സ്റ്റോപ്പ് എക്സിക്യൂഷൻ, നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് അഡീഷൻ ഓഫ് 16 ബിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും 4 ഡിജിറ്റ് ആവുന്ന സമയത്ത് ലോ സിഗ്നിഫിക്കന്റ് നമ്പർ ഉണ്ടാവും, ഹൈ സിഗ്നിഫിക്കന്റ് നമ്പേഴ്സ് ഉണ്ടാവും. ഈ ലോ സിഗ്നിഫിക്കന്റ് നമ്പേഴ്സിനെ ആദ്യം ആഡ് ചെയ്യും, ഫസ്റ്റ് ഈ പൊസിഷനിലുള്ളത് ആഡ് ചെയ്യും, അതിന്റെ ക്യാരിനെ സ്റ്റോർ ചെയ്യും, അതിനുശേഷം അടുത്ത ഹൈ സിഗ്നിഫിക്കന്റ് വാല്യൂസിനെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഈ ക്യാരി ആഡ് ഓൺ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മിസ്. ഓക്കെ, അടുത്തത് സബ്സ്ട്രാക്ഷൻ ഓഫ് 16 ബിറ്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് അത് നോക്കാം. ഇതും കുറച്ച് സിമ്പിൾ ആയ രീതിയിലാണ്, അതായത് നമ്മൾ നേരത്തെ HL പെയറിൽ വെച്ച് ചെയ്ത പോലെ തന്നെ ഇതിലും ഒരു HL പെയർ ആണ്, പക്ഷെ കുറച്ചുകൂടെ വ്യത്യാസമുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ അഡ്രസ് ലൈൻ 2050 എന്നുള്ള അഡ്രസ് ലൈനിൽ നിന്ന് എന്ത് ചെയ്യാണ്, നമ്മുടെ HL പെയറിലേക്ക് നമ്മളുടെ ഡാറ്റ ലോഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് 2050 എന്നുള്ള ഡാറ്റയിൽ നിന്ന് എന്ത് ചെയ്യാണ്, HL പെയറിലേക്ക് നമ്മൾ ഡാറ്റ ലോഡ് ചെയ്തു. അതിനുശേഷം ഈ HL പെയറിലുള്ള ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്തു, DE എന്നുള്ള പെയറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, എക്സ്ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്തു. എന്തിനാ എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ഡാറ്റ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സെക്കൻഡ് ഡാറ്റ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HL എന്നുള്ള വാല്യൂ ഡിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത്. അടുത്ത സ്റ്റെപ്പില് നമുക്ക് സെക്കൻഡ് ഡാറ്റ ലോഡ് ചെയ്യാണ്. LHLD 2052 ലോഡ് HL പെയർ വിത്ത് അഡ്രസ് 2052. ഓക്കെ, അപ്പൊ 2052 ഡാറ്റനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോ HL പെയറിൽ ഉണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ക്യാരി ഇനീഷ്യലൈസ് ചെയ്യണം. ഓക്കെ, മൂവ് ഇമ്മീഡിയറ്റ്ലി C00 എന്നുള്ള വാല്യൂ നമ്മൾ ക്യാരിയിലേക്ക് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് DE എന്നുള്ള പൊസിഷൻ ഉണ്ടല്ലോ, അതായത് ഈ HL പെയറും DE പെയറും, അതായത് ഇതെല്ലാം H 8 ബിറ്റ് ആണ്, L-ഉം 8 ബിറ്റ് ആണ്, D 8 ബിറ്റ് ആണ്, അതുപോലെ തന്നെ E-യും 8 ബിറ്റ് ആണ്. ഇവർ ഒരുമിച്ച് പെയറായി നിൽക്കുമ്പോഴാണ് അവർക്ക് 6 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിലുള്ള ലോ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡാറ്റേനെയാണ് നമ്മൾ ആദ്യം മൂവ് ചെയ്യുക. ഓക്കെ, ഇനി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇയിൽ നിന്നുള്ള വാല്യൂവിനെ നമ്മൾ അക്യൂമുലേറ്ററിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇയിൽ നിന്നുള്ള വാല്യൂവിനെ നമ്മൾ അക്യൂമുലേറ്ററിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, സബ് എല്ലുമായിട്ട് അത് എന്ത് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്യണം. നമ്മൾ HL പെയറിൽ എല്ലുമായിട്ട് സബ്സ്ട്രാക്ട് ചെയ്തു. എയിലുള്ള വാല്യൂ എല്ലിലുള്ള വാല്യൂ കൂടെ സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ലോ സിഗ്നിഫിക്കന്റ് ഉള്ള വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടി. ആ വാല്യൂന് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്യാണ്. 2054 എന്നുള്ള അഡ്രസ് ലൈനിലേക്ക് നമ്മൾ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, എയിൽ നിന്നുള്ള, അതാണ് എയിൽ നിന്ന് ഇങ്ങോട്ട് ആരോ മാർക്ക് കേട്ടോ. 2054 നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്തു. ഇനി അടുത്തെന്ന് പറയുന്നത് ഡിയിലുള്ള വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എയിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, ഡിയിലുള്ള വാല്യൂവിനെ നമ്മൾ എയിലേക്ക് മൂവ് ചെയ്യണം. ഹൈ സിഗ്നിഫിക്കന്റ് വാല്യൂസിനെ നമ്മൾ എടുത്തിട്ട് എയിലേക്ക് മൂവ് ചെയ്യാണ്. എയിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എയിലെയും Hലെയും വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം. അതാണ് SBBH. BB എന്ന് പറയണത് ബോറോ ഉള്ളതിനനുസരിച്ചിട്ട് ബോറോ വെച്ചിട്ട് തന്നെ സബ്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ 2's കോംപ്ലിമെന്റ് ഒക്കെ വെച്ച് എന്ത് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. SBBH ആണ് അതിന്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ കിട്ടി. നമുക്ക് ഫൈനൽ ആൻസർ നമ്മൾ എന്ത് ചെയ്തു, 2055 എന്നുള്ള അഡ്രസ് മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് നമ്മളുടെ രണ്ട് പൊസിഷനിൽ നമ്മൾ അഡ്രസ് ലൈനിൽ, അതായത് 2054ലും 2055ലും ലോ സിഗ്നിഫിക്കന്റ് വാല്യൂസ് 2054ലാണ്, ഹൈ സിഗ്നിഫിക്കന്റ് വാല്യൂസ് 2055ലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കംപ്ലീറ്റ് നമ്മൾ ഫൈനൽ ആൻസർ നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് അവിടെ നിന്നും ഡാറ്റ അക്യൂമുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക.
ഓക്കെ, ഫൈനൽ സ്റ്റെപ്പ് ആണ് HLT ടെർമിനേറ്റ് ദ പ്രോഗ്രാം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. നമ്മൾ 16 ബിറ്റ് നമ്പേഴ്സ്, ഇത് വേറൊരു മെത്തേഡ് ആണ്. ഇതിൽ നമ്മൾ HL പെയർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ HL പെയറിൽ ആദ്യം കൊടുക്കണു, അതിനെ DE പെയറിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഈ ലോ സിഗ്നിഫിക്കന്റിനെ ആദ്യം ചെയ്യാണ്. അപ്പൊ ഇനെ എടുത്ത് നമ്മൾ എയിലേക്ക് മാറ്റുന്നു, എയും എല്ലും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് ഡിയിലുള്ള വാല്യൂവിനെ എയിലേക്ക് മാറ്റുന്നു, ഡിയും എച്ചും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഫൈനൽ ആൻസർ നമ്മൾ സ്റ്റോർ ചെയ്യണം, പ്രോഗ്രാം ഹോൾട്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ് അറിയാമെങ്കിൽ ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പൊ ഇതൊന്ന് ഇൻസ്ട്രക്ഷൻ സെറ്റുമായിട്ട് ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസ് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കുക, എന്നിട്ട് നമുക്ക് അതിന്റെ ഡിസ്കഷൻ വെക്കാം. ഓക്കെ, ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.